അധ്യായം 66. എല്ലാം നിന്റെ കുഴപ്പമാണ്. സിദ്ധാർത്ഥ് നീലിമയുമായി ധൃതിയിൽ അവിടെ നിന്നും പോയി. ഹേമന്തിനെ അവനൊപ്പം കൂട്ടിയില്ല. നീലിമയെടുത്ത കാറോണം പൈസ ആവശ്യപ്പെടുന്ന കാരണം അതെല്ലാം സെറ്റിൽ ചെയ്യാൻ വേണ്ടി സിദ്ധാർത്ഥ് ഹേമന്തിനെ ഏൽപ്പിച്ച ശേഷമാണ് അവിടെ നിന്നും പോയത്. നീലിമ ബോധമില്ലാതെ സിദ്ധാർത്ഥിന്റെ മടിയിൽ കിടന്നു. അവളുടെ നെറ്റിയിൽ നിന്ന് ചോര വരുന്നത് കണ്ട് സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ വല്ലാത്ത ഭയം തോന്നാൻ തുടങ്ങി. അവൻ വളരെ വേഗത്തിൽ നീലിമയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവളെ കണ്ടപാടെ ഹോസ്പിറ്റലിൽ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന സ്റ്റാഫ് ഓടിയെത്തി. അവളെ സ്ട്രെച്ചറിൽ കിടത്തി അകത്തേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപ് തന്നെ സിദ്ധാർത്ഥ് ഹോസ്പിറ്റലിൽ നീലിമയും കൊണ്ടുവരുന്ന കാര്യം വിളിച്ചു പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരടക്കം എല്ലാവരും നീലിമയെ ഉടൻ തന്നെ നോക്കാൻ തുടങ്ങി. സിദ്ധാർത്ഥ് നീലിമയെ പരിശോധിക്കുന്ന മുറിക്ക് പുറത്ത് കാത്തിരുന്നു. അവൻ അക്ഷമയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടെ നടക്കുന്നുമുണ്ട്. നീലിമ കണ്ണു തുറന്നാലല്ലാതെ തനിക്കിന് സമാധാനം കിട്ടില്ലെന്ന് സിദ്ധാർത്ഥിന്റെ മനസ്സ് പറഞ്ഞു. സമയം കടന്നുപോയി. നീലിമയെ പരിശോധിച്ച ഡോക്ടർമാർ പുറത്തേക്ക് വന്നു. സിദ്ധാർത്ഥ് ഉടനെ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് പോയി. ഡോക്ടർ, സിദ്ധാർത്ഥ് ചോദിച്ചു. സിദ്ധാർത്ഥ്, ആ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. നെറ്റിയിൽ നല്ല മുറിവുണ്ടായിരുന്നു. അത് സ്റ്റിച്ചിട്ടിട്ടുണ്ട്. പേടിക്കണ്ട, ബോധം പോയത് പെട്ടെന്നുള്ള ഷോക്ക് കൊണ്ടാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഡോക്ടർ പറഞ്ഞു. സത്യമായും വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അവൾക്ക്? സിദ്ധാർത്ഥ് വെപ്രാളത്തോടെ വീണ്ടും വിളിച്ചു ചോദിച്ചു. ഡോക്ടർ അവന്റെ വെപ്രാളം കണ്ട് ആശ്ചര്യത്തോടെ നോക്കി. ഏയ് ഇല്ല സിദ്ധാർത്ഥ്, ആ കുട്ടി ഓക്കെയാണ്. ബോധം തെളിഞ്ഞിട്ടില്ല, മരുന്നിന്റെ മയക്കത്തിലാണ്, പേടിക്കണ്ട, ഡോക്ടർ പറഞ്ഞു. സിദ്ധാർത്ഥിന് അത് കേട്ടിട്ടും സമാധാനം കിട്ടിയില്ല. ഡോക്ടർ, ഞാനൊന്ന് കയറി കണ്ടോട്ടെ അവളെ? സിദ്ധാർത്ഥ് വേവലാതിയോടെ ചോദിച്ചു. ഡോക്ടർ അപ്പോൾ അവനെ കണ്ട് അത്ഭുതത്തോടെ നോക്കുകയായിരുന്നു. സിദ്ധാർത്ഥിന്റെ മുഖം അത്ര വിഷമിച്ച് അയാൾ കണ്ടിട്ടില്ല. സിദ്ധാർത്ഥ് പൊതുവെ അങ്ങനെ ആരെയും കെയർ ചെയ്യുന്ന ആളുമല്ല. ഇപ്പോൾ ഇത്രമാത്രം വിഷമിക്കണമെങ്കിൽ അവൻ അത്രയും പ്രിയപ്പെട്ട ആളാണ് നീലിമ എന്ന് ഡോക്ടർക്ക് മനസ്സിലായി. സിദ്ധാർത്ഥിനെ കയറി കാണും, പക്ഷേ ഇപ്പൊ വേണ്ട, കുറച്ച് കഴിയട്ടെ. ആ കുട്ടിക്ക് ബോധം തെളിഞ്ഞ ഉടനെ കയറി കണ്ടോളൂ. ഡോക്ടർ അത്രയും പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി. സിദ്ധാർത്ഥ് സമാധാനം കിട്ടാതെ മുറിക്ക് പുറത്തു തന്നെ നിന്നു. ഇടയ്ക്ക് നീലിമയ്ക്ക് ബോധം തെളിഞ്ഞുവെന്ന് ഒരു നഴ്സ് വന്ന് പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് മറ്റൊന്നും ഓർക്കാതെ മുറിയിലേക്ക് കയറി ചെന്നു. നീലിമ കണ്ണു തുറക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവൾക്ക് കഴിഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ഓർമ്മ കിട്ടിയില്ല. സിദ്ധാർത്ഥിന് ഫോൺ ചെയ്തതുവരെ ഓർമ്മയുണ്ട്. നീലിമ സിദ്ധാർത്ഥിനെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് കണ്ണുകൾ പൂർണ്ണമായും തുറന്നത്. അപ്പോൾ മുന്നിൽ സിദ്ധാർത്ഥ് നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ അവിടെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. സിദ്ധാർത്ഥ് നീലിമ കണ്ണു തുറക്കുന്നത് ആശ്വാസത്തോടെ നോക്കി. സിദ്ധാർത്ഥ്, നിങ്ങളെപ്പോഴാ വന്നേ? സിദ്ധാർത്ഥിന് അത് കേട്ട് ദേഷ്യം വന്നു. സുഖവിവരം അന്വേഷിക്കാൻ നീ കുടുംബ വീട്ടിൽ സൽക്കാരത്തിന് വന്നേക്കുമല്ല. ഹോസ്പിറ്റലിലാണ്, സിദ്ധാർത്ഥ് പറഞ്ഞു. അവൻ പെട്ടെന്ന് തന്നോട് ചൂടായത് കണ്ട നീലിമ അവൻ ആശ്ചര്യത്തോടെ നോക്കി. ഷടാ, ഞാനിപ്പോ എന്തു ചോദിച്ചതിനാ ഈ കാലം ഇങ്ങനെ ചൂടാവുന്നേ? നീലിമ മനസ്സിൽ ആലോചിച്ചു. നിനക്ക് വല്ല ബോധവും ഉണ്ടോ? അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുവാ. നിനക്കുള്ള പ്രശ്നങ്ങൾ പോരാഞ്ഞിട്ടാണോ വേറെ വേണ്ടാത്ത കുഴപ്പത്തിൽ ചെന്ന് ചാടുന്നേ? സിദ്ധാർത്ഥ് ദേഷ്യത്തിൽ ചോദിച്ചു. നീലിമ മറുപടി പറയാതെ അവനെ നോക്കി. ഒന്നുമില്ലേലും നിനക്കൊരു കുഞ്ഞില്ലേ? അവന് വേറെ ആരെങ്കിലും ഉണ്ടോ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നേ അവന്റെ അവസ്ഥ എന്താകും? നീ എന്നാ മറ്റുള്ളവരെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നേ? കുറച്ചൊക്കെ ശ്രദ്ധിച്ചോളൂ നിനക്ക്? സിദ്ധാർത്ഥ് ചോദിച്ചു. സിദ്ധാർത്ഥ്, ഞാൻ തെറ്റായൊന്നും ചെയ്തില്ല. ആ വണ്ടിക്കാരനായിരുന്നു റോങ് സൈഡ്, നീലിമ ദയനീയമായി പറഞ്ഞു. സിദ്ധാർത്ഥിനും നീലിമയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് അറിയാമായിരുന്നു. പക്ഷെ അവൾ ഇതുപോലെ പലതും പലപ്പോഴായി ശ്രദ്ധിക്കാതെ ചെയ്തു കൂട്ടുന്നുണ്ട്. അതൊന്ന് കുറക്കാൻ വേണ്ടിയാണ് സിദ്ധാർത്ഥ് അവളെ വഴക്ക് പറഞ്ഞത്. നീലിമ അവനെ നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ സിദ്ധാർത്ഥിന് പിന്നെയൊന്നും പറയാൻ സാധിച്ചില്ല. എന്തായാലും ഇനിയെങ്കിലും ഓരോന്ന് ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്ക്. നിന്നെ രക്ഷിക്കൽ മാത്രമല്ല എനിക്ക് പണി. നീ പണി മേടിക്കാത്ത ഒരു ദിവസമെങ്കിലും കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ടാ പറയുന്നേ, സിദ്ധാർത്ഥ് പറഞ്ഞു. നീലിമ അവനെ അത്ഭുതത്തോടെ നോക്കി നിന്നു. ഷെടാ, വയ്യാതെ കിടക്കുന്ന ഒരാളെ ബോധമുള്ള ആരെങ്കിലും ഇങ്ങനെ വഴക്ക് പറയൂ? ഇയാൾക്കത് ഭ്രാന്താണോ? നീലിമ മനസ്സിൽ ചോദിച്ചു. നീലിമ അപകടത്തിൽപ്പെട്ട കാരണം സിദ്ധാർത്ഥ് വല്ലാതെ പേടിച്ചു പോയിരുന്നു. അതിന്റെ ദേഷ്യം കൂടിയാണ് അവൻ തീർക്കുന്നതെന്ന് നീലിമയ്ക്ക് അറിയില്ലായിരുന്നു. അവന് തന്നോടുള്ള സ്നേഹവും അവൾക്ക് മനസ്സിലായില്ല. ഉണ്ടക്കണ്ണ് വെച്ച് പേടിപ്പിക്കാൻ മാത്രം നിനക്ക് നല്ലോണം അറിയാലോ? സിദ്ധാർത്ഥ് വീണ്ടും ചോദിച്ചു. എനിക്ക് അച്ചുവിനെ കാണണം. നീലിമ ഉടനെ വിഷയം മാറ്റാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ സിദ്ധാർത്ഥ് ഇപ്പോഴൊന്നും സംസാരം നിർത്താൻ പോകുന്നില്ല എന്ന് നീലിമയ്ക്കറിയാം. അവൾ അശ്വനെ കാണണമെന്ന് പെട്ടെന്ന് പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് സംസാരം നിർത്തി. അവൾ കരികിൽ വന്നിരുന്നു. അവരൊക്കെ വരുന്നുണ്ട്, ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു. സിദ്ധാർത്ഥ് നീലിമയുടെ നെറ്റിയിൽ തടവിക്കൊണ്ട് സൗമ്യമായി പറഞ്ഞു. ഇയാള് തന്നെയാണോ ഇത്രയും നേരം ദേഷ്യത്തിൽ ഓരോന്ന് പറഞ്ഞോണ്ടിരുന്നേ? ഇപ്പൊ പൂച്ചക്കുഞ്ഞിനെ പോലെ ഇരിക്കുന്നു. ശരിക്കും ഇയാളെ ഞാൻ എങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? നീലിമ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി മനസ്സിൽ പറഞ്ഞു. സിദ്ധാർത്ഥ് അപ്പോൾ അവളുടെ മുറിവിൽ നോക്കിയിരിക്കുകയായിരുന്നു. അവന്റെ ഭാവം കണ്ടാൽ മുറിവിന്റെ വേദന അവനാണ് അനുഭവിക്കുന്നതെന്ന് തോന്നിപ്പോകും. അപ്പോൾ ആ മുറിയിലേക്ക് മല്ലികയും അശ്വിനും കയറി വന്നു. അശ്വിൻ വല്ലാതെ പരിഭ്രമിച്ചിരുന്നു. അവൻ നീലിമയെ കണ്ട പാടെ ഓടി അവളുടെ അടുത്തേക്ക് വന്നു. അശ്വിനെ കണ്ട് നീലിമ നേരെ എഴുന്നേറ്റിരുന്നു. അമ്മ, എന്താ പറ്റി എന്റെ അമ്മയ്ക്ക്? അശ്വിൻ കരച്ചിലിന്റെ വക്കിലായിരുന്നു. അത് കണ്ട നീലിമ അവനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ല അച്ചു. നോക്ക്, അമ്മ ഹാപ്പി ആണല്ലോ, നീലിമ പറഞ്ഞു. അപ്പോൾ അശ്വിൻ അവളെ നോക്കി. അമ്മ ഹാപ്പി ഒന്നുമല്ല, എന്നെ വെറുതെ പറ്റിക്കാൻ നോക്കുവല്ലേ? എനിക്കറിയാം അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ട്. അശ്വിൻ നീലിമയുടെ നെറ്റിൽ തടവിക്കൊണ്ട് പറഞ്ഞു. അമ്മയ്ക്ക് വേദന ഇല്ല മോനെ, എന്റെ മോൻ വിഷമിക്കണ്ട കേട്ടോ, നീലിമ പറഞ്ഞു. അപ്പോൾ അശ്വിൻ ഒന്നും പറയാതെ
അവളുടെ കവിളിൽ തൊട്ട ശേഷം മല്ലികയെ നോക്കി പറഞ്ഞു, അതങ്ങ് കൊടുക്കും മല്ലിക മുത്തശ്ശി. അശ്വിൻ പറഞ്ഞു. അശ്വിൻ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ നീലിമയും മല്ലികയെ നോക്കി. അവരുടെ കയ്യിൽ ഒരു ഐസ് പാക്ക് ഉണ്ടായിരുന്നു. ഇത് മോൻ മോൾക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്നതാണ്. മല്ലിക പറഞ്ഞു. അതേ അമ്മേ, ഈ പാക്ക് വെച്ച വേദന കുറയും. ഞാൻ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്നതാ. അശ്വിൻ പറഞ്ഞു. അത് കേട്ട് നീലിമ അശ്വിനെ അത്ഭുതത്തോടെ നോക്കി. തന്റെ കുഞ്ഞ് ഓരോ കാര്യങ്ങളും പക്വതയോടെ ചെയ്യുന്നതിൽ അവൾക്ക് അത്ഭുതം തോന്നി. അവൾ ഒന്നുകൂടി അശ്വിനെ ചേർത്ത് പിടിച്ചു. എന്റെ കുഞ്ഞ് പറയുന്നത് കേട്ടില്ല മല്ലികാമേ, ഇവിടെ വേറെ ചിലരുണ്ട്. ഹോസ്പിറ്റലിൽ കിടക്കുന്നവരോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയില്ല. നീലിമ പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് അവളെ രൂക്ഷമായി നോക്കി. നീലിമ അപ്പോൾ മല്ലികയെ നോക്കി ചിരിച്ചു. എന്റെ മോളെ, നീ സിദ്ധുമോനെയാണ് ഈ പറയുന്നേ? അവൻ നിനക്ക് അപകടം പറ്റിയെന്ന് കേട്ടപ്പോ ഓടിയതും പേടിച്ചെന്നെ വിളിച്ചതൊന്നും നീ കേട്ടില്ലല്ലോ. അതാ ഇങ്ങനെ പറയുന്നേ, സിദ്ധു വളരെ പേടിച്ചിരുന്നു. അതാവും അവനങ്ങനെ പെരുമാറിയത്. മല്ലിക പറഞ്ഞു. ഞാൻ പേടിച്ചൊന്നുമില്ല. അശ്വിൻ അവന്റെ അമ്മയെ കാണാതെ വിഷമിക്കില്ലെന്ന് ഓർത്താ ഞാൻ. സിദ്ധാർത്ഥ് ജാളിതയോടെ പറഞ്ഞു. അപ്പോൾ നീലിമ അവനെ തന്നെ നോക്കി. സിദ്ധാർത്ഥിന്റെ മനസ്സിൽ ശരിക്കും ഞാനുണ്ടോ, അതോ ഇതെല്ലാം വെറുതെ ചെയ്യുന്നതാണോ എന്നൊക്കെ അവൾക്ക് ആശങ്ക തോന്നി. മല്ലിക പറഞ്ഞത് വെച്ചൊക്കെ നോക്കുമ്പോൾ സിദ്ധാർത്ഥ് തന്നെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ ഇയാളെന്താ പുറത്തു കാണിക്കാത്തതെന്നും നീലിമ ആലോചിച്ചു. സിദ്ധാർത്ഥ് അപ്പോൾ നീലിമയെ നോക്കി. എന്റെ മല്ലികാമേ, ഇവളെ ഒന്ന് ഉപദേശിക്കാൻ നോക്ക്. ആഴ്ചയിൽ എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ കയറിക്കോളാമെന്ന് നേർച്ചയുള്ളത് പോലെയാ ഇപ്പൊ ഇവളുടെ നടപ്പ്. ഞാനതൊന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കിയതാണ് ഇപ്പൊ കുറ്റായത്. സിദ്ധാർത്ഥ് പറഞ്ഞു. അത്ര സൗമ്യമായി സിദ്ധാർത്ഥ് ഈ അടുത്തൊന്നും ആരോടും സംസാരിച്ചിട്ടില്ല എന്ന് ഓർക്കുകയായിരുന്നു അപ്പോൾ മല്ലിക. നീലിമയെ അവൻ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടെന്ന് മല്ലികയ്ക്ക് മനസ്സിലായി. കാരണം സിദ്ധാർത്ഥിനെ കുട്ടിക്കാലം മുതലേ കാണുന്നതാണല്ലോ മല്ലിക. അവർ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു. നീലിമ മോളെ, സിദ്ധുവും വഴക്കൊന്നും പറയണ്ട. മോളെ ഇനി ശ്രദ്ധിച്ചോളും അല്ല മോളെ? മല്ലിക നീലിമയെ നോക്കി പറഞ്ഞു. അതെന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്കും മല്ലികാമേ, നീലിമ പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥ് കോപത്തോടെ നീലിമയെ നോക്കി. എടാ, ഇയാൾക്കിപ്പോ എന്ത് കോപ്പിനോ എന്തോ ദേഷ്യം വരുന്നേ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, നീലിമ മനസ്സിൽ ആലോചിച്ചു. അപ്പോൾ മല്ലിക അശ്വിനെ നോക്കി പറഞ്ഞു. അച്ഛോ, അമ്മ റെസ്റ്റ് എടുക്കട്ടെ, നമുക്ക് വീട്ടിലേക്ക് പോയാലോ? മല്ലിക പറഞ്ഞത് കേട്ട് അശ്വിൻ അമ്മയെ നോക്കി. എന്നിട്ട് പറഞ്ഞു. ഇത്തിരി കൂടെ കഴിഞ്ഞിട്ട് പോകാം മല്ലിക മുത്തശ്ശി. അശ്വിൻ വാശി പിടിച്ചങ്ങനെ പറഞ്ഞതുകൊണ്ട് മല്ലിക പിന്നെ അവനെ നിർബന്ധിച്ചില്ല. സിദ്ധാർത്ഥ് അവനെയും കൂട്ടി ഇടയ്ക്ക് താഴേക്ക് പോയി. അശ്വിന് ഐസ്ക്രീമും ഫുഡും വാങ്ങിച്ചു കൊടുത്ത ശേഷം സിദ്ധാർത്ഥ് നീലിമയ്ക്ക് കഴിക്കാൻ ഭക്ഷണം വാങ്ങിക്കൊണ്ടു വന്നു. അവൻ മല്ലികയ്ക്കും വേണ്ടി ഫുഡ് വാങ്ങിച്ചിരുന്നു. പക്ഷേ മല്ലിക കഴിക്കാൻ നിന്നില്ല. നീലിമയുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടായിരുന്നു. അവളെ കൂടുതൽ സംസാരിപ്പിക്കാൻ നിൽക്കാതെ മല്ലിക അശ്വിനെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങി. സിദ്ധാർത്ഥ് ഹോസ്പിറ്റലിൽ തന്നെ നിന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നീലിമ കിടന്ന ബെഡും അവളുടെ വസ്ത്രവുമൊക്കെ മാറ്റി പുതിയത് ധരിപ്പിക്കാൻ ഒരു നഴ്സ് അവിടേക്ക് വന്നു. അപ്പോൾ സിദ്ധാർത്ഥ് അവിടെ നിന്നും പുറത്തേക്ക് പോയി. എന്നിട്ട് ഹേമന്തിനെ വിളിച്ചു. ഡാ, എന്തായി? സിദ്ധാർത്ഥ് ചോദിച്ചു. അതൊക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അല്ല, നീലിമയ്ക്ക് എങ്ങനെയുണ്ട്? ഹേമന്ത് ചോദിച്ചു. കുഴപ്പമില്ല, സിദ്ധാർത്ഥ് പറഞ്ഞു. ഏത് ഹോസ്പിറ്റലിലാണ്? ഹേമന്ത് ചോദിച്ചു. സിറ്റി ഹോസ്പിറ്റലിൽ തന്നെ, സിദ്ധാർത്ഥ് പറഞ്ഞു. അപ്പോൾ നഴ്സ് നീലിമയുടെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് സിദ്ധാർത്ഥ് കണ്ടു. അവൻ വീണ്ടും നീലിമയുടെ മുറിയിൽ ചെന്ന് കയറി. നീലിമ പുറം തിരിഞ്ഞു കിടക്കുകയായിരുന്നു. സിദ്ധാർത്ഥിനെ കണ്ടപ്പോൾ അവൾ നിവർന്നു കിടന്നു. സിദ്ധാർത്ഥ് തനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് നീലിമയ്ക്ക് തോന്നി. ഒരുപാട് തിരക്കുള്ള അവൻ തനിക്ക് കൂട്ടിരിക്കാൻ വേണ്ടി മാത്രം എല്ലാ തിരക്കും മാറ്റിവെച്ചതാവുമെന്ന് അവൾ ഊഹിച്ചു. താങ്ക്സ് സിദ്ധാർത്ഥ്, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നീലിമ പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു. ഷേടാ, എന്തു പറഞ്ഞാലും ഇയാളെന്താ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നേ? നീലിമ ആലോചിച്ചു. അല്ല, നീ എന്താ വിചാരിച്ചു വെച്ചേക്കുന്നേ? നിന്റെ താങ്ക്സ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നെന്നാ? സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് നീലിമ അവനെ നോക്കിക്കിടന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അത് വലിയ വഴക്കിൽ അവസാനിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. എന്തേ, ഒന്നും പറയാനില്ലേ? സിദ്ധാർത്ഥ് ചോദിച്ചു. സിദ്ധാർത്ഥ്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞേ. നിങ്ങളെന്താ ഇങ്ങനെ എന്തു പറഞ്ഞാലും ദേഷ്യപ്പെടുന്നേ? നീലിമ നിഷ്കളങ്കമായി ചോദിച്ചു. അത് കേട്ട് സിദ്ധാർത്ഥ് ഇത്തിരി തണുത്തു. പിന്നെ ഞാൻ എന്താ പറയണ്ടേ? നീ ഇപ്പോ ഈ മാസം തന്നെ എത്രമാത്രം അപകടങ്ങളിൽ പെട്ടുവെന്ന് നീ ഓർക്കുന്നുണ്ടോ? ഓരോന്നും കാണിച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ സ്വസ്ഥത കളയാൻ നടക്കുന്നു, സിദ്ധാർത്ഥ് പറഞ്ഞു. അപ്പോഴാണ് താൻ അപകടത്തിൽപ്പെട്ടത് കൊണ്ടുള്ള ടെൻഷൻ കൊണ്ടാണ് സിദ്ധാർത്ഥ് തന്നോട് ചൂടാവുന്നതെന്ന് നീലിമയ്ക്ക് മനസ്സിലായി. സിദ്ധാർത്ഥ്, ആ കാര്യം ഇങ്ങനെ വീണ്ടും വീണ്ടും പറയണ്ട. ഞാൻ കരുതി കൂട്ടിക്കൊണ്ടുണ്ടാക്കിയ ആക്സിഡന്റ് ഒന്നുമല്ല അത്. ഞാൻ ശ്രദ്ധിച്ചു തന്നെയാ പോയിരുന്നത്. ഓരോന്നിങ്ങനെ സംഭവിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ? നീലിമ പറഞ്ഞു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞാൽ മതിയല്ലോ. പ്രശ്നം തീർന്നല്ലോ അല്ലേ? നിനക്കിത്തിരി നേരത്തേക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങിക്കൂടെ? ഇരുട്ടാൻ നിൽക്കുന്നത് എന്തിനാ? അതുകൊണ്ടല്ലോ ഓരോന്നുണ്ടാവുന്നത്. അതിന് മാത്രം മല പറിച്ച പണിയൊക്കെ ഉണ്ടോ അവിടെ? സിദ്ധാർത്ഥ് ചോദിച്ചു. സിദ്ധാർത്ഥിന് അറിയാവോ അതിന്? ഞങ്ങളുടെ ഓഫീസിൽ എന്തൊക്കെ ജോലികളുണ്ടെന്ന്. സോ വെറുതെ എന്തെങ്കിലും പറയാതെ. അവിടുത്തെ ജോലികൾ തീരാൻ വയ്യതുകൊണ്ടാ ഞാൻ ലേറ്റ് ആയത്. എനിക്കിനി ഒന്നും പറയാനില്ല. ഞാനിനി ഇത്തിരി നേരം ഉറങ്ങാൻ പോവാ, എനിക്ക് വയ്യ. നീലിമ അത്രയും പറഞ്ഞിട്ട് കണ്ണുകൾ അടച്ചു കിടന്നു. അവൾ വഴക്കില്ലെന്ന് ഒഴിഞ്ഞു മാറാനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥിന്റെ മുഖത്ത് ഒരു ചിരി തെളിഞ്ഞു. അവൾ ജോലി ചെയ്യുന്ന കമ്പനി അവന്റേതാണെന്നുള്ള സത്യം അപ്പോഴും അവൾക്കറിയില്ലായിരുന്നു. കുറച്ചു നേരത്തിന് ശേഷം നീലിമ ശരിക്കും ഉറങ്ങിപ്പോയി. സിദ്ധാർത്ഥ് അവളെ തന്നെ നോക്കി നിന്നു.
ഇടയ്ക്ക് അവളുടെ അടുത്ത് ചെന്ന് അവൾ ചുംബിച്ചു. മുറിയിലേക്ക് കയറി വന്നിരുന്ന ഹേമന്ത് ഈ രംഗം കണ്ട് അതിശയിച്ചു പോയി.